ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ വീഡിയോൻ്റെ അടിയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ഇടോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, അല്ലാണ്ട് ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെന്നല്ല. കാരണം എന്താ വെച്ചാൽ നോമ്പിന് ഞങ്ങൾ ഇങ്ങനത്തെ ഒന്നും സാധനം ഉണ്ടാക്കാറില്ല. ആരും ഇവിടുന്ന് അങ്ങനെ കഴിക്കൂല ഇങ്ങനത്തതൊന്നും. സാധാ ടൈമിൽ ഉണ്ടാക്കുന്ന ഐറ്റംസൊന്നും നോമ്പിന് ഞങ്ങൾ ഉണ്ടാക്കൂല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഈ ഒരു പാട്ട അരി എടുത്തിട്ടുണ്ട്. ഞങ്ങളിതിന് ഒരു പാട്ട 2 പാട്ട അരി അങ്ങനെയാണ് പറയൽ. നമ്മൾ മിൽക്ക് മേഡിൻ്റെ അടിന് അതിനൊരു പാട്ട എടുത്തിട്ടുണ്ട്. അരി ഒന്ന് അരമണിക്കൂർ കുതിരാൻ വെക്കണം. കുതിർന്നതിന് ശേഷം കഴുകി എടുത്തിട്ട് അതിലേക്ക് 2/3 കപ്പിൻ്റെ അതിൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളിയും ഒരു ചെറിയ സൈസ് ഉള്ളിയും കൂടെ അതിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് വലിയ ജീരകം അതും കൂടി ഇട്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട്, പിന്നെ 2/3 കപ്പിന് തന്നെ 2 കപ്പ് ചോറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം 2 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും കുറവ് തോന്നിയപ്പോൾ വീണ്ടും 1 കപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതേ ഒരു കട്ടിക്ക് ആയിരിക്കണം നമ്മൾ അരച്ചെടുക്കുന്നത്. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ വേവിക്കണം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതൊന്ന് തീർച്ചിട്ടിട്ട് മറ്റേ ഭാഗവും ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മുറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇത് മീൻ കറിക്കും പിന്നെ ബീഫ് കറിക്കും ചിക്കൻ കറിക്കും എല്ലാ കറിക്കും കൂട്ടിയിട്ട് തിന്നാൻ അടിപൊളിയാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. അവർക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് വാട്സപ്പിലും മെസ്സേജൊക്കെ വരുന്നുണ്ട്. മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് നോമ്പൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ സമയമൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോന്നും വഴിയെ പറഞ്ഞു തരുന്നതാണ്. എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല. ഞാനും ഓരോന്നും ചെയ്ത് പഠിച്ചതാണ്, അല്ലാണ്ട് പഠിച്ചു വന്നിട്ട് ചെയ്തതൊന്നുമല്ല. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.